നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് മാറ്റി നിർത്തി ഭീകരർ വെടിവെച്ചു കൊന്ന സംഭവം ഇന്ത്യയിൽ വർഗീയ കലാപം ലക്ഷ്യമിട്ടുള്ളത് കൂടിയായിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ആ അജണ്ട കാശ്മീർ ജനത തന്നെ പൊളിച്ചിരിക്കുകയാണ്. ഭീകരർക്കും പാകിസ്ഥാനുമെതിരെ ആദ്യം പ്രതിഷേധക്കൊടി ഉയർത്തി തെരുവിലിറങ്ങിയത് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തന്നെയാണ്. ആ കാഴ്ച പാകിസ്ഥാന്റെ സകല കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഒരു ഇസ്ലാം മതവിശ്വാസി ഇടം പിടിച്ചത് ഇന്ത്യ എന്ന രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച ശക്തികൾക്കും അപ്രതീക്ഷിത പ്രഹരമായി തീർന്നു. 26 പേരും വെടിയുണ്ടയേറ്റാണ് ഭൂമിയിലെ സ്വർഗത്തിൽ പിടഞ്ഞു വീണ് മരിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികളെ ഭീകരരിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പഹൽഗാമിൽ വെടിയേറ്റ് മരിച്ച സയ്യിദ് ആദിൽ ഹുസൈൻ ഷായുടെ സംസ്കാര ചടങ്ങിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പങ്കെടുത്തു. ഭീകരരെ തടഞ്ഞ് തോക്ക് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുതിരക്കാരനായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന 30 വയസ്സുകാരൻ കൊല്ലപ്പെട്ടത്. പഹൽഗാമിലെ ഹപ്പത്നാഡ് ഗ്രാമത്തിൽ 100 കണക്കിന് പേർ ആദിൽ ഹുസൈൻ ഷായ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി. പതിവ് പോലെ പഹൽഗാമിലെ ബൈസരൻ പുൽമേടിലേക്ക് വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്തേറ്റി പോവുകയായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. ഇതിനിടെയാണ് അപ്രതീക്ഷിത ഭീകരാക്രമണം ഉണ്ടായത്. തന്നോടൊപ്പം വന്ന വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് മാറ്റി നിർത്തി ആക്രമിക്കാനൊരുങ്ങിയ തീവ്രവാദിയിൽ നിന്നും യന്ത്രത്തോക്ക് പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് 28-കാരനായ കുതിരസവാരിക്കാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ തീവ്രവാദികളുടെ വെടിയുണ്ടുകൾക്ക് ഇരയായി മരിച്ചത്. ഈ ജീവത്യാഗത്തിലൂടെ സാഹോദര്യത്തിൻ്റെയും ധീരതയുടെയും മാനവികതയുടെയും പ്രതീകമായാണ് ആ മുസ്ലിം യുവാവ് മാറിയത്. മതേതര ഇന്ത്യയുടെ ഒരിക്കലും മറക്കാത്ത മുഖവുമായി എക്കാലത്തും സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ഇനി ഓർമ്മിക്കപ്പെടും. അദ്ദേഹം ഭീകരന്റെ കയ്യിലെ തോക്ക് തട്ടിമാറ്റാൻ ശ്രമിച്ചെന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാളുടെ മകൻ തന്നെയാണ് പറഞ്ഞത്. മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ബൈസരനിലേക്ക് കുതിരപ്പുറത്ത് വിനോദസഞ്ചാരികളെ കൊണ്ടുപോയി കുടുംബത്തെ പോറ്റിവരുന്ന ചെറുപ്പക്കാരനായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. രോഗബാധിതരായ മാതാപിതാക്കളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണി കൂടിയായിരുന്നു അദ്ദേഹം. വിനോദസഞ്ചാരികളെ സവാരി കൊണ്ടുപോകുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ആദിൽ ഹുസൈൻ ഷാ തന്റെ കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത്. ആക്രമണ സമയത്ത് ഓടി രക്ഷപ്പെടുന്നതിനു പകരം ഒരു ഭീകരന്റെ അടുത്തേക്ക് ഓടിക്കയറി ആയുധം പിടിച്ചുവാങ്ങാൻ ആ കാശ്മീരി മുസ്ലിം യുവാവ് ശ്രമിച്ചത് ആക്രമിക്കാൻ വന്ന ഭീകരനെ പോലും ഒരുപക്ഷെ ഞെട്ടിച്ചിരിക്കാനാണ് സാധ്യത. ഈ സമയം കൊണ്ട് കുറച്ച് വിനോദസഞ്ചാരികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ആദിലിന്റെ മരണം ഒരു കുടുംബത്തെ മുഴുവനുമാണ് അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടത്. ഈ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ആയുധധാരികളായ ഭീകരരെ നേരിടാൻ കാണിച്ച ധൈര്യത്തെ ഒമർ അബ്ദുള്ള പ്രശംസിച്ചു. വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാനുള്ള ധീരമായ ശ്രമത്തിനിടെയാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ കൊല്ലപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഷായുടെ വൃദ്ധരായ മാതാപിതാക്കളെ സന്ദർശിച്ച് സർക്കാർ ഒപ്പമുണ്ടെന്ന് ഒമർ അബ്ദുള്ള ഉറപ്പ് നൽകി. സംഭവം നടന്ന ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞതെന്ന് ഷായുടെ വൃദ്ധരായ മാതാപിതാക്കൾ പറഞ്ഞു. ഞങ്ങൾ അവനെ വിളിച്ചു, പക്ഷേ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വൈകുന്നേരം 4:30-ക്ക് അവൻ്റെ ഫോൺ ഓണായി, പക്ഷേ എത്ര വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. അപ്പോഴാണ് ആക്രമണത്തിൽ അവന് പരിക്കേറ്റു എന്ന് അറിയുന്നത്. എൻ്റെ മകൻ രക്തസാക്ഷിയായി. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു അവൻ. ഞങ്ങൾക്ക് നീതി വേണം. അവൻ പാവമാണ്. എന്തിനാണ് അവനെ കൊന്നുകളഞ്ഞത്? ഉത്തരവാദികളായവരെ ശിക്ഷിക്കണം. പിതാവ് സയ്യിദ് ഹൈദർ ഷാ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഷാ കൊല്ലപ്പെട്ടതോടെ വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യയും കുട്ടികളും അനാഥരായി. കുതിരയെ മേച്ച് അവൻ കുടുംബത്തെ പോറ്റി. അവനില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നറിയില്ല. അവനില്ലാതെ എന്തു ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. ആദിൽ ഹുസൈൻ ഷായുടെ മാതാവ് പറയുന്നു. ഒപ്പമുണ്ടെന്നും കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും കുടുംബത്തിന് ഉറപ്പു നൽകിയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മടങ്ങിയത്. ആദിലിനെ പോലെ ആക്രമിക്കപ്പെട്ടവരെ സഹായിക്കാൻ ആദ്യം ഓടിയെത്തിയ കാശ്മീരികൾക്ക് മതം ഒരു പരിഗണനാ വിഷയമേ ആയിരുന്നില്ല. വെടിയേറ്റ് പിടഞ്ഞു വീണത് ഹിന്ദു സഹോദരന്മാരാണെങ്കിലും ഭീകരർ തകർത്തത് തങ്ങളുടെ ജീവിതമാണെന്ന തിരിച്ചറിവ് ഓരോ കാശ്മീരിക്കും ഇന്നുണ്ട്. അത് മാറിയ ജമ്മു കാശ്മീരിൻ്റെ വേറിട്ട മുഖം കൂടിയാണ്. ബിസ്മില്ല ബിസ്മില്ല എന്ന് വിളിച്ച് തങ്ങളെ സഹായിക്കാനെത്തിയ 3 പുരുഷന്മാരെക്കുറിച്ച് കൊല്ലപ്പെട്ട ശിവമോഗ സ്വദേശി മഞ്ജുനാഥ റാവുവിൻ്റെ ഭാര്യ പല്ലവിയും വെളിപ്പെടുത്തി.
എന്നെയും മകനെയും അവരാണ് രക്ഷിച്ചത്. അവർ എൻ്റെ സഹോദരങ്ങളാണ്. പരിക്കേറ്റവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയതും കുതിരപ്പുറത്ത് ആശുപത്രികളിൽ എത്തിച്ചതും മുസ്ലിങ്ങളായ പ്രദേശവാസികളായിരുന്നു എന്നാണ് പല്ലവി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിലെ ഏക മലയാളിയായിരുന്ന കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ്റെ മകൾ പറഞ്ഞതും ഇത്തരമൊരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. മകളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ വെച്ചായിരുന്നു ഭീകരർ രാമചന്ദ്രന് നേരെ വെടിയുതിർത്തിരുന്നത്. രാമചന്ദ്രൻ്റെ കുടുംബത്തെ രക്ഷപ്പെടാൻ സഹായിച്ചത് മുസാഫിർ, സമീർ എന്നീ 2 മുസ്ലിം സഹോദരങ്ങളായിരുന്നു. വിമാനത്താവളത്തിൽ ഇവരെ എത്തിക്കുന്നത് വരെ ഒപ്പം നിന്നതും ഈ ചെറുപ്പക്കാരാണ്. പിതാവിനെ നഷ്ടപ്പെട്ട വേദനകൾക്കിടയിലും തനിക്ക് 2 കാശ്മീരി സഹോദരങ്ങളെ ലഭിച്ചു എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ തയ്യാറായ രാമചന്ദ്രൻ്റെ മകൾ ആരതി മതേതര കേരളത്തിൻ്റെ അഭിമാനമാണ് ഉയർത്തിപ്പിടിച്ചത്. ഭീകരരുടെ വിഷയം മതമല്ല എന്നും ഇന്ത്യ എന്ന രാജ്യത്തിൽ വർഗീയ കലാപം സൃഷ്ടിച്ച് തകർക്കുക എന്നതും മാത്രമാണെന്നതും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ബോധ്യപ്പെടുത്തിയ ആക്രമണമാണ് പഹൽഗാമിൽ നടന്നത്. ഇതിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള തിരിച്ചടി തീർച്ചയായും ഭീകരർക്കും അവരെ സഹായിക്കുന്നവർക്കും ലഭിച്ചിരിക്കും. രാജ്യം ഒറ്റക്കെട്ടായി ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഇതിനിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വിശേഷിപ്പിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ ഇസ്ലാമാബാദിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ധർ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. വിദേശകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറിന്റെ വിവാദ പ്രസ്താവന തീവ്രവാദികളോടുള്ള മൃദു സമീപനമാണ് കാട്ടിത്തരുന്നത്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാം ജില്ലയിൽ ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യ സമര സേനാനികളായിരിക്കാം. പാക് ഉപപ്രധാനമന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത്. കൂടാതെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് യുദ്ധത്തിന് സമാനമാണ്. പാകിസ്ഥാനിലെ 240 മില്യൺ ജനങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. അത് നിങ്ങൾക്ക് നിർത്താൻ കഴിയില്ല. അതിന്മേലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനും കഴിയില്ല എന്നാണ് ധർ വ്യക്തമാക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്ന് തങ്ങൾക്ക് പാകിസ്ഥാൻ ആവർത്തിക്കുന്നതിനിടെയാണ് ഇഷാഖ് ദറിൻ്റെ ഈ പ്രസ്താവന. ഇതേസമയം സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ലഭിക്കേണ്ട ജലം തടയുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യുന്നത് യുദ്ധപ്രവർത്തനമായി കാണുമെന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ തീവ്രവാദി സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലനം നൽകുകയും ധനസഹായം നൽകുകയും ചെയ്തുവെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിക്കുകയും ചെയ്തു. ആഗോള വേദികളിൽ ഇന്ത്യയുടെ ദീർഘകാല നിലപാടിനെ ന്യായീകരിക്കുന്നതാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ കുറ്റസമ്മതം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പുതിയ സംഘർഷത്തെക്കുറിച്ച് സ്കൈ ന്യൂസ് ജേർണലിസ്റ്റ് യാൽദ ഹക്കീമിനോട് ചോദിച്ചപ്പോഴാണ് ആസിഫ് ഈ പ്രസ്താവന നടത്തിയത്. പാക് ബന്ധം പുറത്തുവന്നതോടെ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കുകയും സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ചു. മറുപടിയായി പാകിസ്ഥാൻ ഇന്ത്യ പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കുകയും ഷിംല കരാർ മരവിപ്പിക്കുകയും ചെയ്തു. ഇതേസമയം 3 പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി പലതും ചെയ്തു എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ലഷ്കർ ഇ തൈബയെക്കുറിച്ച് അറിയില്ല എന്നും പാക് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള അതിൻ്റെ ശാഖയായ ദ റെസിഡൻസ് ഫ്രണ്ടിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ലഷ്കർ ഇ തൊയ്ബ ഒരു പഴയ വാക്കാണ്, അതിപ്പോൾ നിലവിലില്ല എന്നും ഖ്വാജ കൂട്ടിപ്പറയുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.